എന്റെ ഈശ്വര, നീ വേണം എന്നെ കാത്തു രക്ഷിക്കാൻ. കഥവ് തട്ടാതെയാണ് അകത്തേക്ക് വരുന്നത്. ഇത് വേറെ ആരുടെയും റൂമല്ലല്ലോ കഥവ് തട്ടിട്ട് വരാൻ. എന്നാ നിങ്ങൾ ഈ കോലത്തിലാ ഉള്ളേന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? ഈ കോലമൊന്നുമല്ല, നീ എന്റെ വിശ്വരൂപം കാണാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അറിയോ? എന്നെ എന്താ ചെയ്യാൻ പോണേ? കട്ടിലൊക്കെ ഇന്ന് ഇവിടെ തകർന്നു വീഴും. അയ്യോ, അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇങ്ങോട്ട് നോക്ക്. നിന്റെ ഈ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. കൊള്ളാം, പട്ട് സാരി, തലയിൽ മുല്ലപ്പൂ, കയ്യിൽ പാൽ ഗ്ലാസ് അല്ലേ? ഇതൊക്കെ എന്തിനാടി നിനക്ക്? ഒരു പെണ്ണിന്റെ സൗന്ദര്യം ആണിന് അവകാശപ്പെട്ടതാ. ഞാൻ എല്ലാത്തിനും റെഡിയാടി. വാ പോവാം. ആ പാൽ ഗ്ലാസ് അങ്ങ് മാറ്റി വെച്ചിട്ട് കട്ടിലെ തിരുന്നെന്ന് നോക്ക്. പുലിയാ ദാ നോക്ക്. ഈ നാടകം അഭിനയമൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പറ, സത്യം പറ, നീ എന്തിനാ ഞാൻ ഭർത്താവാണെന്ന് സമ്മതിച്ചത്? എന്താ ഇത്ര സംശയം? നിങ്ങളല്ലേ എന്റെ ഭർത്താവ്? അല്ല, ഞാൻ മരിച്ചുപോയെന്നും നിങ്ങൾ എന്റെ ഭർത്താവാണെന്നും വീട്ടുകാരെ വിശ്വസിപ്പിച്ചത് നിങ്ങളല്ലേ? ഭർത്താവാണെന്ന് പറഞ്ഞ് ശാസ്ത്രവിധി പ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തത് നിങ്ങളല്ലേ? ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ എന്റെ ഭർത്താവല്ലാതാവുന്നത്? ശരി, ഈ വിഷയം നമ്മൾ മാത്രം അറിയാതെ 4 പേരും കൂടി അറിയിക്കേ. കഴിയുന്നില്ലല്ലേ? ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവ് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. ഏതൊരു പെണ്ണിനും തന്റെ ഭർത്താവിനെ പറ്റിയും ആദ്യ രാത്രിയെ പറ്റിയും ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ആ സ്വപ്നം നടക്കാതിരുന്നാൽ ആ വേദന എന്തെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ വിധി ഇങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാനല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ കിടന്നുറങ്ങട്ടെ. ലവ് സിമ്പിൾ. ദേ ഒന്ന് നോക്കുന്നേ. ഗുഡ് നൈറ്റ്. രക്ഷപ്പെട്ടു. പുലിക്കുട്ടി എന്റെ പുറകെ വരികയാണല്ലോ. ശരിയാക്കി തരാം. എവിടേക്കാടാ പോകുന്നേ? ഈ വീട്ടിലേക്ക് കയറി പോയത് ഞാൻ കണ്ടില്ലെന്ന് അവന്റെ വിചാരം. അകത്തേക്ക് വരുന്നേ. ഞാനോ? വാന്നേ, കിടന്ന് ഉറങ്ങാം. ഞാൻ വരണോന്നോ? നിങ്ങളുടെ ദേഹത്ത് കൈ വെച്ച് കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ. കൈ മാത്രം വെക്കണ്ട, കാലും വെച്ചേക്കാം. എന്റെ ഭാഗ്യം തെളിച്ചെന്നാ തോന്നുന്നേ. എന്തിനാ താമസിക്കുന്നേ? നമുക്ക് കിടന്നേക്കാം. പാട്ട് പാടിയല്ലേ ഞാൻ ഉറങ്ങൂ. എന്ത് പാട്ട്? ലഡു പോലെയുണ്ട്. നിങ്ങൾ എന്താ മോശാണോ? അയ്യോ, ഇത് കവളല്ല, ആപ്പിള് പോലെയുണ്ട്. ഇത് മൂക്കല്ല, മുളക് ബജിയാ. ഇനി നമുക്ക് ഉറങ്ങാം. ഇംഗ്ലീഷ് കിസ്. മറന്നുപോയതാ. 1 2 3. ഇതേതാ ഈ വൃത്തികെട്ട മുഖം? ഇത് തന്നെയാടാ കേട്ട മുഖം. ഈ സമയത്ത് ശല്യം ചെയ്യരുത്. പിന്നെ വാ, നമുക്ക് കിടക്കാം. കിടക്കാമെന്നോ? ഞാൻ എന്ത് ദ്രോഹമാടാ നിനക്ക്? ഈ ഇരിക്കുന്ന ആരാന്ന് നിനക്കറിയാവോടാ? ആരാ? ഇതെന്റെ ഭാര്യയാടാ. സാരല്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. ഭാര്യയാണെന്നോ? എന്റെ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യണോ? അടിക്കണേ, അടിക്കേ ഗംഗേ, എന്താ ചെയ്യാൻ പോവാ? എങ്ങനെ രക്ഷപ്പെടും? ഈ വഴിയാണോ?
നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പേടിക്കണ്ട. പേടിയല്ല ഏട്ടാ, വേദന കൊണ്ട. ഞാൻ വന്നില്ലേ പിന്നെന്താ? എന്റെ വയറ്റിൽ കുഞ്ഞുണ്ടായത് മുതൽ ഏട്ടൻ എന്നിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. കണ്ണു തുറന്നതും ഏട്ടനെ കാണാനായിരുന്നു ആഗ്രഹം. ആ സമയത്ത് എന്റെ അരികിലല്ലായിരുന്നു. കല്യാണി, എനിക്ക് ഏട്ടൻ വേണം. എന്നിൽ നിന്നും ഏട്ടനെ കൂടുതൽ അകറ്റുന്നത് ഈ പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് ഈ കുട്ടി വേണ്ട. വെറുതെ ഓരോന്ന് ആലോചിക്കാതെ കിടന്നുറങ്ങ്. എന്നെ ഓർക്കിയിട്ട് ഏട്ടന് പോവാൻ വേണ്ടിയാ? ഞാൻ എങ്ങോട്ടും പോവില്ല, നിന്റെ അടുത്ത് തന്നെ ഞാനുണ്ടാവും. കണ്ണടച്ച് കിടന്നോ. ഇങ്ങോട്ട് വാ മാവാ. എടാ, ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കാണല്ലോ, നിന്റെ കൈക്ക് എന്താ ഇതിനെ പറ്റിയത്? പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാം. നിങ്ങളുടെ മരുമകൻ ഇപ്പൊ മണിയറയില്ല, മനസ്സിലായോ? മുട്ട് ആദ്യ രാത്രിയിൽ ആരെങ്കിലും തട്ടുവോ? മുട്ടമ്മാവാ. മുട്ടാൻ പറഞ്ഞ എന്തിനാ അടിക്കുന്നേ? കഥവ് മുട്ടമ്മാവാ. വിവരം കെട്ടവൻ. വിവരമില്ലാത്തവനോ? അത് അമ്മാവനാ, ഞാൻ മുട്ടിക്കോളാം. രമ്യ 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 ആ, രമ്യ എന്താ അമ്മാവ ഈ പാതിരാത്രിയില്? നീ വഴിമാറ്. അമ്മാവ വാ, നമുക്ക് നോക്കാം. വാ. എന്താ അച്ഛാ ഇത്? ഞാൻ പറഞ്ഞില്ലേ ചെറുക്കൻ ഇവിടെ ഇല്ലാന്ന്. എല്ലായിടത്തും നോക്കാം. മാവാ വാ. നീ എപ്പോഴാ ഇവിടെ വന്ന്? അതിന് ഞാൻ എവിടാ പോയത്? അമ്മാവൻ ഭക്ഷണം നിനക്ക് കഴിച്ചു. തരാടാ. അയ്യോ, ഞാൻ കഴിച്ചതാ അമ്മാവ. ഓടാ, വിട്, നിനക്ക് വിട്, കഴിക്കാൻ വയറ് കഴിക്കത്തില്ല. നിറച്ച് തരാം. വിട് അമ്മാവ, വിട്. ആ മതി മതി മതി. ഒരെണ്ണം കൂടി കഴിക്കേ. ആ, നല്ലവനായിട്ട് ജീവിക്കാന്ന് വെച്ച സമ്മതിക്കൂലല്ലേ? കഴിക്കും മോനെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. മോൾക്ക് കഴിക്കാൻ കൊണ്ടുവാ. വട കഴിക്കുന്നോ? ഞാൻ എടുത്തു തരാം. വേഗം കഴിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ എടുക്കും. സഹോദര, നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്നാക്കണ്ട, രണ്ട് ചോദിച്ചോ. ആ. രമ്യ നീയും ആദ്യമായി എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? ബസ് സ്റ്റാൻഡിൽ വെച്ച്. കണ്ടോ കണ്ടോ, രണ്ടുപേരും ഒരു ബന്ധമില്ലാതെ സംസാരിക്കുന്ന കണ്ടോ? അത് കോളേജിനടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ. ആ പറഞ്ഞത് ശരിയാണല്ലോ. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ചോദിക്കേ. ഫസ്റ്റ് രമ്യ നിന്നെയാണോ പ്രേമിച്ചത് അതോ നീയാണോ അവളെ പ്രേമിച്ചത്? ഞാനാ? കണ്ടോ കണ്ടോ കണ്ടോ, വീണ്ടും വ്യത്യാസമായിട്ട് സംസാരിക്കുന്നത്. രണ്ടുപേരും ഒരേ സമയത്താ പ്രേമിച്ചത്. ആദ്യം കാണുമ്പോ തന്നെ ഇതിനെയാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്. നിനക്ക് സൈറ്റേ ഇല്ല. അല്ല വിശ്വാസം സാറേ, ഈ കോന്തിന് ഹോമിയോ ചികിത്സ ഏൽക്കും. അത് കഴിച്ചിട്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. ഓഹോ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ആദ്യം അത് നക്ക. നിങ്ങളുടെ രണ്ടുപേരെ കല്യാണം എവിടെ വെച്ചായിരുന്നു? അമ്പലത്തില്. കുടുങ്ങി പോയി നോക്കമ്മാവാ, ഇവരുടെ കല്യാണം കഴിച്ചിട്ടില്ല. ഏയ്, കല്യാണം കഴിക്കാതെ പിന്നെ എങ്ങനെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അച്ഛാ? അങ്ങനെയാണെങ്കിൽ പള്ളിയെന്നും അമ്പലം എന്ന് പറഞ്ഞതോ? ചർച്ചില് മോതിരം മാറ്റി. ആ, അമ്പലത്തില് താലി കെട്ടി. അമ്മായി, ഇവരിപ്പോ ശരിക്കും കുടുങ്ങി പോയിരിക്കുക. ഇവർ ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ താലി കാണൂലോ. എന്ത് മണ്ടത്തരോടെ പറയുന്നത്? ചർച്ചിൽ ആരെങ്കിലും താലി കെട്ടു? എന്തോ ഏതോ മോളുടെ കഴുത്തി താലിയില്ലെങ്കിൽ ഇപ്പൊ പുലിക്കുട്ടി സംശയിച്ചതുപോലെ എല്ലാരും സംശയിക്കില്ലേ? ശരി, ഒരു താലിച്ചരട് വാങ്ങിക്കൊടു. ഇപ്പൊ തന്നെ കെട്ടിക്കോട്ടെ. വാ, മരുമോന്റെ കൈ കൊടു. വാങ്ങു മോനെ. ഇത് കെട്ടുമോനെ. ആ കെട്ടിക്കും മോനെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ കയ്യിലിരിപ്പോണ്ട് മാത്രമാണ്. എല്ലാത്തിലും പോയി തലയിട്ട ഇതായിരിക്കും അവസ്ഥ.
രമ്യ. അയ്യോ. ഏയ്,